ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മളിന്ന് രാവിലെ യാത്ര തുടങ്ങിയാണ്. നേരെ റിയാദിലേക്കാണ് യാത്ര. ഇപ്പോൾ ഹായിൽ നിന്ന് വന്നു. അൽഷിനാലിൽ അൽമറായുടെ ഒരു അവരുടെ ഒരു ബ്രാഞ്ചുണ്ട്. അവിടെ കുറച്ച് ലോഡ് ഇറക്കാനുണ്ടായിരുന്നു, ഇറക്കി കഴിഞ്ഞു. ഇപ്പോൾ നേരെ വണ്ടി കാലിയാണ്. ഇപ്പോൾ ഇനി നേരെ റിയാദിലേക്കാണ്. ഇപ്പം ഷിനാനിൽ നിന്നൊരു ഷോർട്ട് കട്ട് ഉണ്ട് നമ്മളെ ഹായിൽ കസീം ഹൈവേയിലേക്ക് ഇറങ്ങാൻ വേണ്ടി. അപ്പോൾ നമ്മളങ്ങനെ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മൊത്തം മറ്റേ മസറ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷിയുടെ നമ്മുടെ ആടിനും പശുവിനെ കൊടുക്കുന്ന പുല്ലുകൾ എല്ലാം വളർത്തുന്ന സ്ഥലമാണ് രണ്ട് സൈഡും. ഈ വഴി വണ്ടികളൊക്കെ കൂടുതൽ വരും. കാര്യം നേരെ ഹായിലേക്ക് കസീമിൽ നിന്ന് ഹായിലേക്ക് അൽജൂഫ്, അല്ലുല, തബൂക്ക് അങ്ങനെയുള്ള വഴികളിൽ പോകുന്ന വണ്ടികൾ വേ ബ്രിഡ്ജ് കാർഡില്ലാത്തവരും വെയിറ്റ് കൂടുതലുള്ളവർ, പിന്നെ പോർട്ടബിൾ ക്യാബിൻ അത് വീതി കൂടുതലാണ്. അപ്പോൾ അതിനൊക്കെ പ്രത്യേകം പാസ് വേണം ഈ പോർട്ടബിൾ ക്യാബിൻ കൊണ്ടുപോകുന്നതിന്. അപ്പോൾ ആ പോർട്ടബിൾ ക്യാബിൻ അങ്ങനെ പാസ് എടുക്കാത്ത വണ്ടികളുണ്ട്. അതായത് വാടകയ്ക്ക് കൊടുക്കുന്ന വണ്ടികൾ അവരങ്ങനെ വീണ്ടും കാശ് കൊടുത്ത് ഒരു ട്രിപ്പിന് വേണ്ടി പോർട്ടബിൾ ക്യാബിന് കയറ്റുന്നതിന് ഒരു പാസ് മേടിക്കാറില്ല. അപ്പോൾ അവരൊക്കെ ആ വേ ബ്രിഡ്ജ് കട്ട് ചെയ്ത് വരുന്ന വഴിയാണ്. ഓവർലോഡ് കയറ്റിയ വണ്ടികൾ അവരൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് ഈ വഴി വരും. നേരെ പോകണമെങ്കിൽ പിന്നെ വേ ബ്രിഡ്ജ് കയറിയേ പറ്റുള്ളൂ. കയറാതിരുന്നു കഴിഞ്ഞാൽ വെളിയിൽ ക്യാമറ വെച്ചിട്ടുണ്ട്. അപ്പം കയറാതെ പോകുന്ന വണ്ടികൾക്ക് ക്യാമറ അടിക്കും. അപ്പോൾ 5000 റിയാൽ പെറ്റി കിട്ടും. അതുകൊണ്ട് അവരതൊക്കെ കയറിയിട്ടേ വരാറുള്ളൂ. അപ്പോൾ അങ്ങനെ അവിടെ അങ്ങനെ കയറി പെറ്റി കിട്ടുമെന്ന് ഉറപ്പുള്ളവർ അവർ ഈ ഷോർട്ട് കട്ട് എടുത്തിട്ട് നേരെ അപ്പുറം പോയി വീണ്ടും ഹൈവേയിൽ ചാടും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കാണ് വേ ബ്രിഡ്ജ് കയറാതെ പോകുന്നത്. ബ്രിഡ്ജ് ഒഴിവാക്കി നമ്മൾ ഈ വഴി പോകും. പക്ഷെ നമുക്ക് വഴി കൊണ്ട് നമുക്ക് വേ ബ്രിഡ്ജിൻ്റെ കാർഡുണ്ട്, വണ്ടിയുടെ തൂക്കത്തിൻ്റെ കാർഡുണ്ട്, എല്ലാ കാർഡും നമ്മുടെ എല്ലാ വണ്ടികളും ക്ലിയർ ആകും. ഞാനിപ്പോൾ ഈ വഴി എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്താ മറ്റേ മറായിയുടെ ഫാമുള്ളത്. അപ്പം അതുകൊണ്ട് എനിക്ക് ഈ വഴി വന്നേ അവിടെ ലോഡ് ഇറക്കാൻ പറ്റും. അത് ലോഡ് ഇറക്കി കഴിഞ്ഞു. നേരെ തിരിച്ചിനി റിയാദിലേക്ക് പോകണം. റിയാദിൽ ഇന്ന് രാത്രി പാസ് ചെയ്യണം. കയറണം. നാളെ അവിടെ അടുത്ത ലോഡ് കാണും. നമ്മുടെ വീഡിയോക്ക് ആൾക്കാരെ കാണുന്നുണ്ട്, പക്ഷെ ആരും സബ്സ്ക്രൈബ് ചെയ്യുകയോ കമന്റ് ഇടുകയോ ഒന്നും ചെയ്യുന്നില്ല. നമ്മുടെ സുഹൃത്തുക്കളല്ലേ, നിങ്ങൾ ഡൗട്ടുകളുണ്ടാക്കി ചോദിക്കാം. ഞാനൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും.
പാലം കഴിഞ്ഞിട്ട് നമുക്ക് ഇടത്തോട്ട് തിരിഞ്ഞിറങ്ങുമ്പോൾ കസീം റോഡ്, റിയാദ് കസീം റോഡ്. ഹൈവേയിലോട്ട് ഇറങ്ങാം. ഹൈവേ അടുത്ത ടൗൺ എന്ന് പറയുന്നത് അൽ കസീമാണ്. ഇവിടുന്ന് ഏകദേശം 180 കിലോമീറ്ററോളം. ഓക്കെ, പിന്നെ അടുത്ത കസീമിലെത്തിട്ട് വീണ്ടും